രഞ്ജിത്ത്, ഒരൊറ്റ കാര്യം കൂടി ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. അതായത് തുടക്കം മുതൽ തന്നെ NDRF സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങളാണോ തുടർന്നുകൊണ്ടിരിക്കുന്നത്? അത് NDRFിനെയൊക്കെ അറിയിക്കാൻ വൈകി വളരെ ഇതാണ്. ഈ ഗോൾഡൻ ഹവേഴ്സ് നശിപ്പിച്ചു കഴിഞ്ഞു. ബോട്ട് സൈഡ് ഇത് 5th ഡേ ആയി മാറുകയാണ്. ഗോൾഡൻ ഹവേഴ്സ് നശിപ്പിച്ചു കഴിഞ്ഞു. കാരണം ഇത് വളരെ കെയർലെസ്നെസ് ആയിട്ട് ഇങ്ങനെ ഒരു ഇത് ചോദിക്കാൻ കാര്യം, കളക്ടർ അടക്കം ഇപ്പോ പറയുന്നുണ്ട്, നേരത്തെയും പറഞ്ഞിരുന്നു, ഇവരൊക്കെയും പറഞ്ഞത് രഞ്ജിത്ത് പറഞ്ഞതിൽ നിന്നും വിരുദ്ധമായിട്ടാണ്. അതായത് മണ്ണ് വശങ്ങളിൽ നിന്നും മാറ്റി, മുകളിൽ നിന്നും മാറ്റിയൊക്കെയാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അപ്പോഴും പറയുന്നത്. രഞ്ജിത്ത് പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി നമ്മൾ ആലോചിക്കുമ്പോൾ അത് ശാസ്ത്രീയമായ രീതിയായി തോന്നുന്നില്ല. പക്ഷെ രഞ്ജിത്ത് പറഞ്ഞത് കുറച്ച് കൂടുതൽ വിശ്വാസകരമാണ്, നമുക്ക് ശാസ്ത്രീയമായി തന്നെ തോന്നുന്നുണ്ട്. അപ്പൊ ആ തരത്തിൽ നേരത്തെ തന്നെ ശ്രമം ആരംഭിച്ചിരുന്നു എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ആശാവഹമായ വാർത്ത കിട്ടുമായിരുന്നു. എക്സ്പീരിയൻസ് ഉള്ള ഗൈഡ് ഉണ്ടായിട്ടും എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ടായിട്ട് അത് ഉപയോഗിച്ചില്ല. അത് ഉപയോഗിച്ചില്ല. അവരെന്തോ തോന്നിയ പോലെ കാണിച്ചു. ഒരു മലയാളി ലോറി ഡ്രൈവർ, അവന്റെ ജീവൻ അവർക്കെന്താ വില? ഈസ് നോട്ട് ആൻ VIP പുറത്തും. അതൊക്കെ ഭയങ്കര വിഷമമുണ്ടായ കാര്യമാണ്. അത് നമ്മളെ സംബന്ധിച്ച് വളരെ വിഷമമായ കാര്യമാണത്. വളരെ ബുദ്ധിമുട്ടും. ഇപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ അവർ ചെയ്യുന്ന ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നേ കറക്റ്റ് അല്ല. ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ റോങ് ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ ചെയ്താലൊന്നും ഒരിക്കലും അത് വർക്കൗട്ട് ആകത്തില്ല. കാരണം അത് എന്തായാലും എത്രയും പെട്ടെന്ന് അവിടെ എത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. കാരണം നമ്മള് അത്ര ഉണ്ണാതെ കഴിക്കാതെ ഉറങ്ങാതെ പ്ലാൻ വർക്കൗട്ടാക്കി നമ്മൾ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. അപ്പൊ ആ ഒരു ടെൻഷനാണ് ഞങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ള. മനസ്സിലാവുന്നു രഞ്ജിത്ത്. അപ്പോഴും നമ്മൾ അങ്ങോട്ടേക്ക്, ആ സ്ഥലത്തേക്ക് രഞ്ജിത്ത് അടക്കമുള്ള സംഘം എത്തുന്ന സമയം കൊണ്ട് അവിടെ ഉള്ളവർക്ക് ഈ തരത്തിലൊരു മാർഗനിർദ്ദേശം നൽകാവുന്നതല്ലേ? അങ്ങനെ എന്തെങ്കിലും മാർഗനിർദ്ദേശം കൊടുക്കുന്നുണ്ടോ? ഞാൻ നോക്കുന്നുണ്ട്. ഇന്നലെ NDRFിന്റെ ഓഫീസർ ത്രിവേദി സാർ വിളിച്ചപ്പോഴത്തേക്ക് നേവി ഒന്നും കൂടെ ഡൈവ് ചെയ്ത് ഒന്ന് ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നേവിയും NDRF ഡൈവേഴ്സും പുഴയിലേക്ക് നിയർ ബൈ റിവറിലേക്ക് ഒന്നും കൂടെ ഡീപ്പായിട്ട് സെർച്ച് നടത്താനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ റിവറിലേക്ക് സെർച്ച് നടത്താൻ കുറച്ച് പ്ലാനുകൾ ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ എന്തായാലും ആ ഒരു വണ്ടി, ആ ഒരു ട്രക്ക് അവിടെ കിടക്കുന്ന സ്ഥിതിക്ക് ആ വിക്ടിം അതിന്റെ അകത്ത് തന്നെ ട്രാപ്പായിട്ട് കിടക്കുന്നുണ്ടെന്നാണ് നമ്മളൊരു 99% നമ്മൾ ഗസ് ചെയ്യുന്നത്. ആ ഒരു വഴിയിലേക്കാണ് നോക്കുന്നത്. കാരണം എത്രയും പെട്ടെന്ന് തന്നെ ഒരു റെസ്ക്യൂ ട്യൂബ്, റെസ്ക്യൂ ഷാഫ്റ്റ് എങ്ങനെയാണ് ഉത്തരാഖണ്ഡ് ചാനലിൽ നിന്ന് അതിൽ പങ്കെടുത്ത ഏക മലയാളിയായിരുന്നു അതിന്റെ അകത്തുനിന്ന്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ആ ഒരു വേ ഔട്ട് തന്നെയാണ്. അത് വളരെ വിജയകരമായിരുന്നു. 41 തൊഴിലാളികൾ 17 ദിവസം നമ്മൾ ഒരാൾക്ക് പോലും പോറല്ലാതെ ജീവനോടെ തിരിച്ചു കൊണ്ടുവന്നായിരുന്നു. പ്രധാനമന്ത്രി ഓഫീസിൽ അതുപോലെ പ്രശംസ കിട്ടിയ ഒരു വർക്കായിരുന്നു. രഞ്ജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇത്തരം ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ഇനി ഒരിക്കലും ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ ഓരോ തവണയും ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോഴും നമുക്ക് പ്രകൃതി ദുരന്തങ്ങളുടെ കാര്യത്തിൽ ഒന്നും എടുത്തു പറയാൻ കഴിയില്ല, പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്തായിരിക്കണം ഈ രക്ഷാ ദൗത്യത്തിന് സ്വീകരിക്കേണ്ട ഒരു മാസ്റ്റർ പ്ലാൻ? ഇത് കോർഡിനേഷൻ വളരെയധികം പറഞ്ഞില്ലേ, ഒരു വളരെയധികം പല ഇതായിട്ടും കോർഡിനേറ്റ് ചെയ്ത് കാര്യമുണ്ടാവും. പല ബുദ്ധികൾ സമന്വയിപ്പിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു ഏജൻസി മാത്രമല്ല, SDRF അല്ല, NDRF അല്ല, SDRF ഇന്ത്യൻ ആർമി, അവിടുത്തെ എഞ്ചിനീയേഴ്സ്, ഇതുപോലത്തെ കഴിവുള്ള സിവിലിയൻസ്, ഇതിനകത്തുള്ള എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർ, അവിടെ എല്ലാം നിഗമനം എടുത്തോണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട്. കാരണം NDRFിനൊക്കെ ഇത്ര അറിയിക്കാൻ വഹിച്ചത് തന്നെ വളരെയധികം വീഴ്ചയെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. ശരിയാണ്. ഇപ്പോൾ 5 ദിവസമായി അർജുൻ അവിടെ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട്. ബന്ധുക്കളൊക്കെയും തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ എത്തി GPS സിഗ്നൽ ഉണ്ട് എന്ന് അവരെ ധരിപ്പിക്കാൻ തന്നെ, വിശ്വസിപ്പിക്കാൻ തന്നെ ഒരുപാട് സമയമെടുത്തു എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. അപ്പോഴും വ്യക്തമായി പരാതി കിട്ടിയത് പിന്നീടാണ്, അതുകൊണ്ടാണ് ഇത് വൈകിയത് എന്ന് കളക്ടർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വ്യക്തമായ ഒരു പരാതി രേഖാമൂലം ലഭിച്ചാൽ മാത്രമേ അന്വേഷണത്തിലേക്ക് കടക്കൂ, അല്ലെങ്കിൽ രക്ഷാദൗത്യം തുടങ്ങൂ എന്നൊരു വാശിപിടുത്തം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടിയിരുന്നോ എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം. ഞങ്ങൾ 24-ൽ ഞാൻ വിഷയങ്ങളിൽ കറക്റ്റിലായി ഡിവൈഡിൽ 2 പേർക്കും കൊടുത്തായിരുന്നു. അപ്പോഴത്തെ പറഞ്ഞു ഇന്ത്യൻ ആർമി ദേ ഷുഡ് ആസ്ക് ഫോർ ദ ഹെൽപ്പ് ഫ്രം ഇന്ത്യൻ ആർമി എഞ്ചിനീയേഴ്സാണ്. ഇന്ത്യൻ ആർമിയാണ്. അതൊരു വേറൊരു ഫോഴ്സായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ്. കാരണം അവർ അത്ര അധികം സോഫിസ്റ്റിക്കേറ്റ്, അത്രയും ബുദ്ധിയുള്ളവരാണ്. അതായിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഒരു 10 കഴിഞ്ഞൊരു 10 ദിവസം മുമ്പ് അവരൊരു പ്രശംസ പത്രം വാങ്ങിച്ച ഒരാളാണ് ഇന്ത്യൻ ആർമിയുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫീൽഡിൽ തന്നെ, റെസ്ക്യൂ ഫീൽഡിൽ തന്നെ. അപ്പൊ ആ ഒരു എഞ്ചിനീയറിംഗ് യൂണിറ്റ് എന്ന ഒരു ഇതുമായിട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല. അത് കോർഡിനേഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് ഇന്ത്യൻ ആർമി NDRF ഈ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിടെ പോലും ഇന്ത്യൻ ആർമി NDRF കോർഡിനേഷൻ ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് കാര്യങ്ങൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് 5ാമത്തെ ദിവസമാണത്. ഈ ഗോൾഡൻ ഹാവേഴ്സ് എല്ലാം പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കൊളവാക്കിയിരിക്കുകയാണ്. കാരണം അതിനകത്ത് ഈ വളരെ ലിമിറ്റഡ് ഓക്സിജനേ ഉള്ളൂ ആ ഒരു ട്രക്കിന്റെ അകത്ത്. ഞാൻ പല ട്രക്ക് ഡ്രൈവേഴ്സിനെ വിളിച്ച്, അതിൻ്റെ അകത്തുള്ള എക്സ്പേർട്സിനെ വിളിച്ച് വണ്ടിയുടെ അവർ പറഞ്ഞത് ഓക്സിജൻ കിട്ടും, പക്ഷെ അത് യൂസ് ചെയ്യുന്ന രീതി എനിക്ക് പാനിക്കാൻ പാടില്ല. ഓവറായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷൻ കാണത്തില്ല. കാരണം അത്ര ദിവസം കിടക്കുക, ഒരാൾ അതിൻ്റെ മണ്ണിനടി കിടക്കുക, നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അത്ര അത് ഹൊറിബിൾ സിറ്റുവേഷൻ കിടക്കുകയാണ്.
ഫുഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, വാട്ടർ വിത്ത് ഓക്സിജൻ അല്ല വാട്ടർ ഉണ്ടെങ്കിൽ സർവൈവ് ചെയ്യാം. ഒരു അനുഭവിക്കാൻ മാത്രമേ ഹൊറിബിൾ സിറ്റുവേഷൻ അറിയത്തില്ല. നമ്മൾ ടണലിലൊക്കെ ഒരുപാട് ഓപ്പറേറ്റ് ചെയ്ത ആളെന്നില്ല അതിന്റെ ഹൊറിബിൾ നമുക്ക് നിൽക്കുമ്പോൾ തന്നെ അതിന്റെ ഹൊറിബിളിലൊക്കെ ഒരു പുറത്തിറക്കും. സാറ് ജനങ്ങളൊന്നും പറയാൻ പറ്റില്ല, എല്ലാവരും വാർത്തയിൽ കാണുന്നതല്ലാതെ അതിന്റെ ഒരു നേരിട്ട് അനുഭവിക്കുന്നതാണ് ഞങ്ങൾ റെസ്ക്യൂവേഴ്സ്. ഈ സംഭവങ്ങളൊക്കെ വേറെ പുറത്തേക്ക് ആർക്കും മനസ്സിലാവത്തില്ല, കാഴ്ച കണ്ടിരിക്കുന്ന നാട്ടുകാർക്കാണെങ്കിൽ ആർക്കൊന്നും മനസ്സിലാവത്തില്ല. എല്ലാവരും പെട്ടെന്ന് കുറെ കമന്റ് ഇടും, അതിട്ടും എന്താ ചെയ്യുന്ന പോലെ പലരും ഞാൻ വളരെ എന്താ പറയണ്ടത്, നമുക്ക് തന്നെ ഒരു ട്രെയിനിങ് ആണ് ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ. ഞാൻ പറഞ്ഞില്ല, ഉറങ്ങിയിട്ടില്ല, കഴിച്ചിട്ടില്ല, അത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ബന്ധുക്കളുണ്ട്. ഞാൻ പറഞ്ഞ ആശ്വാസ കോഴ്സുകൾ എത്തും, നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് ആ ഒരു ആശ്വാസ വാക്ക് കൊടുത്ത് നിൽക്കുകയാണ്. എക്സ്പീരിയൻസ് എല്ലാം കംപ്ലീറ്റ് ഉപയോഗിക്കാം, നമ്മളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ NDRF കോൺടാക്ട് ചെയ്യുന്ന, ആർമിയെ കോൺടാക്ട് ചെയ്യുന്ന, ആർമി ഇതുമായിട്ടും അത് ഹാൻഡ് എടുത്തിട്ടില്ല സിറ്റുവേഷൻ. അത് എന്തായാലും എന്നെ കൊണ്ട് മലയാളി എന്ന രീതിയിൽ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ടീമൊക്കെ എല്ലാവരും ആണ് എന്തായാലും കഴിവ് മാക്സിമം അവിടെ വർക്കൗട്ട് ചെയ്തിട്ട് ട്രക്ക് അവിടെ ആ പോയിന്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ഡെബ്രിസിന് അല്ലെങ്കിൽ ആ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ആൻസറിന്റെ അടിസ്ഥാന ട്രക്ക് ഉണ്ടെന്ന് ഒരു 100% ഷുവർ ആണ്. ഇപ്പൊ നേവി, ഇന്ത്യൻ നേവി ഡൈവേഴ്സ് NDRF ഓഫീസറും പറഞ്ഞ സ്ഥിതിക്ക് പുഴയിലില്ല, ആ റിവർ നിയർ ടു ദ റിവർ ഇല്ല. അവിടെ ക്ലീൻ ആൻഡ് ഒരു ഡീപ് സെർച്ച് പുഴ റിവറിൽ നടത്തി കഴിഞ്ഞാൽ അതില്ല, ട്രക്കിന്റെ അകത്തില്ല. രഞ്ജിത്ത്, നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തുടക്കം മുതൽ ബന്ധുക്കളെല്ലാം പറയുന്നത് GPS സിഗ്നൽ ലഭിക്കുന്നു എന്നതും ഒപ്പം ഈ അപകടം നടന്ന 2 ദിവസം കഴിഞ്ഞിട്ടും ഫോൺ ബെല്ലടിക്കുന്നു എന്നുള്ളതുമായിരുന്നു. അതൊക്കെയും പ്രതീക്ഷ നൽകുന്നത് തന്നെയാണല്ലേ? പ്രതീക്ഷ നൽകുന്നത് ഫോണിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഈ ഫോൺ ഇത് വരുന്നത് മൊബൈൽ ചിലപ്പോൾ അത് പെനട്രേറ്റ് ചെയ്ത് അങ്ങ് റിങ് ആയിരിക്കാം. അപ്പൊ ആളെ കണ്ടീഷൻ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു നമ്മളൊരു ആ ഒരു അതൊരു കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, പ്രതീക്ഷ നൽകുന്ന കാര്യം ഫോൺ റിങ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ഈ ട്രക്ക് ക്വാളിറ്റിയാണ്, ബിൽഡ് ക്വാളിറ്റിയാണ്. ഈ പറഞ്ഞ പോലെ ഒരു ഹെവി ആയിട്ടുള്ള സ്റ്റോൺസ് അല്ല, ഹെവി സ്റ്റോൺസ് ഉണ്ട് അവിടെ, എന്നാൽ കൂടുതൽ മണ്ണാണ്. ആ മണ്ണിൽ കിടക്കാൻ പെട്ടെന്ന് ഗ്ലാസ് പെട്ടെന്ന് അങ്ങനെ പൊട്ടത്തൊന്നുമില്ല. ആ വീഴ്ച ആ രീതി ആ സ്ഥലത്ത് ഒരു ലാൻഡ് സ്ലൈഡിങ് വെച്ച് പിന്നെ ഇതിനകത്തുള്ള ഞാൻ പറഞ്ഞില്ലേ, അർജുന്റെ മനോധൈര്യം പോലിരിക്കും, മനസാന്നിധ്യം പോലിരിക്കും. ബാക്കി കാര്യങ്ങൾ ഉള്ള ഓക്സിജൻ പരിമിതമായ ഓക്സിജൻ ലിമിറ്റ് ചെയ്തുകൊണ്ട് അത് യൂസ് ചെയ്തുകൊണ്ട് ബാക്കി ഉള്ള അതിൻ്റെ അകത്തുള്ള ഭക്ഷണം ലിമിറ്റ് ചെയ്ത് ഭക്ഷണം എല്ലാം കുഴപ്പമില്ല. യു ക്യാൻ സർവൈവ്. പിന്നെ 5 or 6 days അല്ലെങ്കിൽ 1 week വരെ സുഖമായിട്ട് പോകാം, അത് പ്രശ്നമല്ല. അല്ലെങ്കിൽ വെള്ളം എന്തായാലും കാണും. അവരിത് ലോങ് ഡ്രൈവ് ചെയ്യുന്നതല്ല, വെള്ളം എല്ലാം എൻ്റെ ഉണ്ടാവും. 4-3 ദിവസം ഭക്ഷണം ഉണ്ടാവുന്ന തന്നെയാണ് ഇന്നലെ മനാഫ ലോറി ഓണർ അത് പറഞ്ഞത്. രഞ്ജിത്ത്, ഏതായാലും മനസാന്നിധ്യം കൈവിടാതെ അർജുൻ അതിനുള്ളിൽ തന്നെ സർവൈവ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനാണ്, ആരോഗ്യവാനാണ്, ഇതുപോലെ നിരന്തരം ദീർഘദൂര യാത്രകൾ നടത്തുന്നയാളാണ്. അതുകൊണ്ട് മനധൈര്യം കൈവിടാതെ മനസാന്നിധ്യത്തോടു കൂടി തന്നെ ഉള്ള ഓക്സിജൻ പരമാവധി ഉപയോഗിച്ച് അതിനുള്ളിൽ അങ്ങനെ സുരക്ഷിതനായി ഇരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. രഞ്ജിത്തിനും സംഘത്തിനും എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരാൻ കഴിയട്ടെ. ആശങ്കകൾക്കൊന്നും ഇടയില്ലാത്ത വിധം ആശാവഹമായ ഒരു വാർത്ത നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെ നമ്മൾ കരുതുന്നു.